എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന മിൽക്ക് ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്കിത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും വളരെ പെട്ടെന്നും വീട്ടിൽ തയ്യാറാക്കാനായിട്ട് സാധിക്കും. നമുക്കിതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം വേണമെന്ന് നോക്കാം. മുട്ട, വൈറ്റ് ചോക്ലേറ്റ്, പഞ്ചസാര പൊടിച്ചത്, ബട്ടർ, വിപ്പിംഗ് ക്രീം. ഞാനൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അതിൽ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് വരുത്താൻ പറ്റും. നമ്മളിതിൽ അത് കഴിഞ്ഞിട്ട് വിപ്പിംഗ് ക്രീം അതുപോലെ ചോക്ലേറ്റൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്ര അളവൊന്നുമില്ല, എങ്കിലും ഞാനൊരു 1/2 കപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അത് 2 പ്രാവശ്യമായിട്ട് നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയും പഞ്ചസാരയൊക്കെ കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു ക്രീം പോലെ നമുക്ക് കിട്ടുമ്പോഴാണ് ഇതിന് പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്കിതിലേക്ക് ഇനി വേണമെങ്കിൽ വാനില എസൻസ് ഒഴിക്കാം. പക്ഷേ അതിന് പകരം ഞാനിതിലേക്ക് തേനുണ്ടല്ലോ, അതാണ് ഒഴിക്കുന്നത്. അതായത് തേൻ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടയുടെ ഒരു മണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് തേനിന് പകരം വേണമെങ്കിൽ വാനില എസൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എസൻസുകൾ ഇതിലേക്ക് ഇപ്പോൾ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെയും പഞ്ചസാരയുടെയും ബാറ്ററി ഇവിടെ കറക്റ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം വെച്ച് വെള്ളം തിളച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ, അതായത് അതിൽ ഇറങ്ങിയിരിക്കുന്ന തക്കത്തിലുള്ള ഒരു പാത്രം വേണം നമ്മൾ എടുക്കാനായിട്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അത് ചോക്ലേറ്റ് ഉരുക്കിയെടുക്കണം. അപ്പം നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ചോക്ലേറ്റൊക്കെ ഉരുക്കിയെടുക്കാറ്. വൈറ്റ് ചോക്ലേറ്റിൻ്റെ അതുപോലെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ദയവായി അത് കാണണം. ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ചോക്ലേറ്റ് സിറപ്പിൻ്റെ അത് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് കടയിൽ നിന്ന് ചോക്ലേറ്റ് പീസ് വാങ്ങാവുന്നതാണ്. കുറച്ച് മതി, ഒരു ചോക്ലേറ്റ് പീസോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റോ ഒക്കെ ഇതിലേക്ക് നമുക്ക് മതിയാവും. എങ്ങനെയാണ് ഡബിൾ ബോയിൽ ചെയ്യേണ്ടതെന്ന് ഒക്കെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ദയവായി കാണണം. ഇത് പെട്ടെന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം ബട്ടർ അതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു സ്വല്പം മതി. ഇപ്പോൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യായാലും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് നമുക്ക് നെയ്യ് ചേർത്താലും കുഴപ്പമില്ല. ഞാൻ നെയ്യ് ചേർത്ത് ചെയ്ത് നോക്കി. അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും വെച്ച് ചെയ്ത് നോക്കി. അതായത് ബട്ടറോ സൺഫ്ലവർ ഓയിലോ നെയ്യോ വെച്ച് നമുക്കിത് പെട്ടെന്ന് തന്നെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞു. തീ സിമ്മിലിട്ടിട്ടാണ് കേട്ടോ ഇത്രയും നേരം ഇതൊക്കെ ചെയ്തിരുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊന്നും അടുപ്പൊന്നും എടുത്ത് മാറ്റണ്ട. ഈ ചൂടോടെ തന്നെ നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ മുട്ടയുടെയും പഞ്ചസാരയുടെയും ബാറ്ററി, അത് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമുള്ള ഈ അടുപ്പിലെ ചൂടും അതുപോലെ തന്നെ ഈ പാത്രത്തിലെ ചൂടും മതിയാവും മിക്സ് ചെയ്ത് വെന്ത് കറക്റ്റ് ആവാനായിട്ട്. ബാറ്ററി എല്ലാം ഒഴിച്ചതിന് ശേഷം നമ്മൾ 1 മിനിറ്റ് നേരം ഈ അടുപ്പിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് ഇറക്കി വെച്ച് നന്നായിട്ട് ഇളക്കി ചൂടാറ്റാം. ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യേണ്ടതുണ്ട്. വിപ്പിംഗ് ക്രീം വേണമെന്ന് നിർബന്ധമില്ല. ഫ്രഷ് ക്രീമോ കണ്ടൻസ്ഡ് മിൽക്കോ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞു. ഞാനിതിലേക്ക് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. വിപ്പിംഗ് ക്രീമിലേക്ക് ഈ മിക്സ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നല്ല ടൈറ്റുള്ള ബൗളിൽ അടച്ച് ഫ്രീസറിൽ വെക്കാം. 4-5 മണിക്കൂറിന് ശേഷം നമുക്കിതെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്കിത് ഐസ്ക്രീമിനായി മാത്രമല്ല, ബ്രെഡ്, പുഡിങ് ഇതിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും. കൂടാതെ ഇത് വെച്ച് ബിസ്ക്കറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതാണ്. വളരെ ടേസ്റ്റും എളുപ്പത്തിൽ ചെയ്യാവുന്നതുമായ ചോക്ലേറ്റ് ഐസ്ക്രീം, വാനില ഐസ്ക്രീം, ഇളനീർ ഐസ്ക്രീം ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ദയവായി കാണണം, ട്രൈ ചെയ്യണം. അതിൽ ഞാൻ എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. 5 മണിക്കൂറിന് ശേഷം ചോക്ലേറ്റ് ഐസ്ക്രീം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് സെർവ് ചെയ്യാണ്.
ഇത് മറ്റ് ഐസ്ക്രീമുകളെ പോലെയല്ല, ഇത് ചോക്ലേറ്റ് ആയതുകൊണ്ട് സ്വല്പം മെൽറ്റായിട്ടാണ് ഇരിക്കുക. പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനായിട്ട് ഇത് സാധിക്കും. വീട്ടിൽ തന്നെയുള്ള 1-2 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.